Hi dears, welcome to Appreciating Fiction. It's a textbook prescribed for the fourth semester BA program in English Language and Literature. It's one of the core course in fourth semester, and after studying appreciating poetry in second semester and appreciating prose in third semester, now we are going to study about fictions. We know that a fiction is not real. It's not a real story. Is a result of imagination and creativity. ഒരു ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ സംഭവം ആവണമെന്നില്ല. നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അതുപോലെ ഇമാജിനേഷൻ അതുവഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ അൺറിയൽ ആയിട്ടുള്ള റിയൽ അല്ലാത്ത സാങ്കല്പിക കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ റിയൽ അല്ലാത്ത എല്ലാം ലൈ ആണെന്ന് ആരൊരാൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫിക്ഷൻ ഒരു ലൈ ആണോ? വേൾഡ് പ്രശസ്തനായ ഒരു എഴുത്തുകാരുണ്ട്, മാർജോറി ബോൾട്ടൺ. അദ്ദേഹം തന്റെ ദ അനാട്ടമി ഓഫ് ദ നോവൽ എന്ന ബുക്കിൽ പറയുന്നുണ്ട്, യെറ്റ് മോസ്റ്റ് പീപ്പിൾ നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ലൈ ആൻഡ് എ ഫിക്ഷൻ. മിക്ക ആൾക്കാർക്കും അറിയാം ഒരു ഫിക്ഷനും ഒരു നുണയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. എന്താ? എ ലൈ ഈസ് മെന്റ് ടു ഡിസീവ്. ഒരു നുണ എന്ന് പറയുമ്പോൾ അത് മറ്റൊരാളെ ചതിക്കാൻ വേണ്ടി, പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ബട്ട് എ ഫിക്ഷൻ ഈസ് മെന്റ് ടു എന്റർടൈൻ. ഒരു ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരാളെ പറ്റിക്കാനോ ഒരാളെ ചതിക്കാനോ അല്ല. വെറും എന്റർടൈൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഫിക്ഷൻ എഴുതുന്നത്. ദിസ് ആർ ദ വേർഡ് ഓഫ് മാർജോറി ബോൾട്ടൺ ഫ്രം ദ അനാട്ടമി ഓഫ് ദ നോവൽ. അപ്പോൾ ഇൻ എ ബ്രോഡ് സെൻസ് we can say that a fiction is any narrative about invented characters and events. നമ്മൾ കണ്ടുപിടിക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സംഭവങ്ങളെ കുറിച്ചുള്ള ഒരു എഴുത്താണ്, കഥയാണ് ഫിക്ഷൻ. വർക്ക്സ് ഓഫ് ഫിക്ഷൻ ആർ ദ പ്രൊഡക്ട്സ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് യൂഷ്വലി ദേ ഡു നോട്ട് ക്ലെയിം ടു ബി റിയൽ ഓർ ഫാക്ച്വൽ. മിക്ക ഫിക്ഷൻ എഴുത്തുകളും എല്ലാം ഇമാജിനേഷന്റെ ഒരു പ്രൊഡക്ട്സ് ആണ്, ഒരിക്കലും റിയൽ ആണെന്ന് അവകാശപ്പെടുന്നില്ല. In this inclusive sense, fiction encompasses a wide array of narratives, including stories, fables, fairy tales, myths, legends, epics. ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ജേണൽസ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഒരു കഥ എന്ന് മാത്രമാവണമെന്നില്ല. സ്റ്റോറീസ് ഇതിൽ പെടും. ഫേബിൾസ്, നമ്മൾ പണ്ടൊക്കെ കേൾക്കാറുള്ള പഞ്ചതന്ത്ര കഥകൾ, അതുപോലെയുള്ള കഥകളെല്ലാം, അതുപോലെ നമുക്കെല്ലാം പണ്ടേ തൊട്ട് നമ്മളൊക്കെ കേട്ടുവരുന്ന, സ്നേഹിക്കുന്ന ഫെയറി ടെയിൽസ്, നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഫെയറി ടെയിൽസ്, മിത്സ്, പുരാണങ്ങൾ, അതുപോലെ ലെജൻഡ്സ്, ഇതിഹാസങ്ങൾ, വലിയ വലിയ കാവ്യങ്ങൾ, എപ്പിക്സ്, നരേറ്റീവ് പോയട്രി, പ്ലേസ്, ഫിലിമുകൾ, റേഡിയോ ഡ്രാമ, മിനി ടെലിവിഷൻ പ്രോഗ്രാം എല്ലാം നമുക്ക് എന്ത് പറയാം, ഫിക്ഷൻ ആണെന്ന് പറയാം. പക്ഷേ ഇൻ എ നാരോ വിഷൻ, നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് നമുക്കൊരു പോപ്പുലർ സെൻസിൽ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഈ പ്രോസിലെ കുറച്ച് നറേറ്റീവ്സിനെയാണ് നമ്മൾ അത് സൂചിപ്പിക്കുന്നത്. മൂന്നോളം ജോണറാണ് ഇതിൽ വരുന്നത്: ദ നോവൽ, ദ ഷോർട്ട് സ്റ്റോറി ആൻഡ് ദി നോവല. പ്രധാനപ്പെട്ട 3 ജോണേഴ്സ് ആണ് ഫിക്ഷൻ എന്ന ഒരു ടൈറ്റിലിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്. ഏതൊക്കെയാണ്? നോവൽ, ഷോർട്ട് സ്റ്റോറി ആൻഡ് നോവല. നോവൽ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം പരിചയമുള്ള വാക്കാണ്, പലരും വായിച്ചിട്ടുണ്ടായിരിക്കാം, അറ്റ്ലീസ്റ്റ് കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കാം. ഡിഫൈനിങ് ദ ടേം നോവൽ ഈസ് എൻ ആർട്ടിസ്റ്റ് ടാസ്ക് ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് റൈറ്റിംഗ്. അതുകൊണ്ട് തന്നെ നോവൽ എന്താണെന്ന് നമുക്ക് കറക്റ്റ് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. കാരണം പലതരത്തിലുള്ള ഗ്രാൻഡ് വെറൈറ്റി ഓഫ് റൈറ്റിംഗ്സിനെ നമുക്ക് എന്താ നോവൽ എന്ന് പറയാം. മോസ്റ്റ് കോമൺലി the novel is defined as an extended fictional narrative in prose, usually long enough to warrant separate publication. മോസ്റ്റ് കോമൺ അക്സെപ്റ്റഡ് ഡിഫിനിഷൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ്. അതായത് നോവൽ എന്ന് പറയുമ്പോൾ
ഇസ് എൻ ലോങ്ങർ വൺ. അത്യാവശ്യം നീളം ഉണ്ടായിരിക്കും അല്ലേ? ഒരു നോവൽ എന്ന് പറയുമ്പോൾ നമുക്ക് 1-2 പേജിൽ നമുക്ക് നോവൽ എഴുതാൻ പറ്റൂല. നോവൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുക്കായിട്ട്, ഒരൊറ്റയ്ക്കൊരു ബുക്കായിട്ട്, ഒരു സെപ്പറേറ്റ് പബ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു നോവലിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫിക്ഷൻ നരേറ്റീവാണ്, നമ്മൾ സാങ്കല്പികമായി എഴുതുന്ന ഒരു എഴുത്താണ്. പക്ഷെ അത് ഒറ്റയ്ക്ക് നമുക്ക് എന്താണ്, ഒരു ബുക്കാക്കി ഇറക്കാൻ പറ്റുന്ന ഒരു നീളം അതിനുണ്ടായിരിക്കും. However, there are exceptions because some novels are non-fictional. പക്ഷെ എല്ലാ നോവലും ഫിക്ഷൻ ആണെന്ന് പറയാൻ പറ്റൂല. കാരണം ഫിക്ഷൻ അല്ലാത്ത നോവൽസ് ഉണ്ട്. Some are written in the verse. ചിലത് കാവ്യ രൂപത്തിൽ എഴുതുന്ന നോവലുകളുണ്ട്. Some don't even tell a conventional story. ചിലത് സ്റ്റോറി തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ നോവൽ എന്ന് പറയുമ്പോൾ അതിനൊരു ഒബ്ലിഗേറ്ററി സ്ട്രക്ചറോ സ്റ്റൈലോ സബ്ജക്ട് മാറ്ററോ ഒന്നുമില്ല. ഒരു നോവലിന് ധാരാളം ഓപ്പൺനെസ്, ഫ്ലെക്സിബിലിറ്റി, എങ്ങനെ നമുക്ക് എഴുതാം. The novel has become the most important literary genre of the modern age. അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു മോഡേൺ ഏജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന, വായിക്കുന്ന ഒരു ജോണറായിട്ട് നോവൽ മാറിയിട്ടുള്ളത്. ഒരു ലോകപ്രശസ്തനായ ഒരു ക്രിട്ടിക് ഉണ്ട്, റോബർട്ട് ഈഗിൾസ്റ്റൺ. അദ്ദേഹത്തിന്റെ ഒരു ബുക്കായിട്ടുള്ള കണ്ടംപററി ഫിക്ഷൻ എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിൽ പറയുന്നുണ്ട്, ഓഫ് ഓൾ ദ ആർട്സ് ദ നോവൽ ഈസ് ദ മോസ്റ്റ് തോട്ട്ഫുൾ, ദ ക്ലോസസ്റ്റ്, ദ മോസ്റ്റ് പേഴ്സണൽ. എല്ലാ ആർട്സും വെച്ച് നോക്കുകയാണെങ്കിലും, എല്ലാ ജോണേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിലും നോവലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന, നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, പേഴ്സണൽ ആയിട്ടുള്ള, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഈ നോവലിന്റെ ചരിത്രത്തിലേക്ക് പോവാം. പണ്ട് യൂറോപ്യൻ ലാംഗ്വേജിൽ ഈ നോവൽ എന്നുള്ള വാക്കിന് പകരം റൊമാൻ എന്നാണ് ഉപയോഗിച്ചിരുന്നത്. റൊമാൻ എന്നുള്ള വാക്ക് ദ റൊമാൻസ് എന്നുള്ള ഒരു മിഡീവൽ ഒരു ടേമിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. However, the English name for the form novel is derived from the Italian novella. ഇംഗ്ലീഷിലെ നോവൽ എന്നുള്ള വാക്ക് വന്നത് ഇറ്റാലിയൻ വേർഡായിട്ടുള്ള നോവല്ല എന്നുള്ള വാക്കിൽ നിന്നാണ്. വിച്ച് വാസ് എ ഷോർട്ട് ടെയിൽ ഇൻ പ്രോസ്. ചെറിയ കഥക്കാണ് എന്ത് പറയാ, നോവല്ല എന്ന് പറയാം. Scholars have various and varying opinion regarding the origin of the genre. Of all the prototypes, advanced as the first novel, Miguel de Cervantes' Don Quixote. പലർക്കും പല അഭിപ്രായങ്ങളാണ് നോവലിനെ കുറിച്ചുള്ളത്. പക്ഷെ നമുക്കറിയാം, ആദ്യം നമ്മളൊരു നോവലിന്റെ ഒരു രൂപത്തിൽ നമ്മൾ കാണുന്ന ഒരു ഫസ്റ്റത്തെ വർക്ക് എന്ന് പറയുന്നത് പണ്ടുള്ള മിഗൽ ഡി സെർവാൻഡസ് എന്നൊരു പ്രശസ്ത എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഡോൺ കിഹോട്ട് എന്ന് പറയുന്ന ഒരു നോവലാണ്. 2 പാർട്ടായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. പാർട്ട് 1 പബ്ലിഷ് ഇൻ 1605 ആൻഡ് പാർട്ട് 2 ഇൻ 1615, 1615. ഇതാണ് നമ്മൾ ഒരു നോവൽ എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ കാണുന്ന ഫസ്റ്റ് വർക്ക്. ഫ്രാൻസിലൊക്കെ കുറച്ചുകൂടിയും കഴിഞ്ഞിട്ടാണ് ഒരു നോവൽ എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായിട്ടുള്ളത്. 1678 ലാ പ്രിൻസസ് ഡി ക്ലീസ് എന്ന് പറയുന്ന ഒരു നോവൽ ഇറക്കിയിട്ടുണ്ട്, റിട്ടൺ ബൈ മാഡം ഡി ല ഫാറ്റ്. ഓക്കെ. പിന്നെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഡാനിയൽ ഡെഫോയുടെ റോബിൻസൺ ക്രൂസോ 1719 ഇറങ്ങിയിട്ടുള്ള നോവലാണ്. ആൻഡ് മോർ ഫ്ലാൻഡേഴ്സ് ഇൻ 1722, അതുപോലെ ചാമൂർ റിസാൾട്സിന്റെ പമേല ഇൻ 1740, അതുപോലെ ക്ലാരിസ ഇൻ 1747, and Henry Fieldingന്റെ ജോസഫ് ആൻഡ്രൂസ് in 742, and ടോം ജോൺസ് in 1749. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഒരു നോവൽ വർക്ക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പിന്നീട് ഒരുപാട് എഴുത്തുകാർ ഇതിനെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ഒരുപാട് മാസ്റ്റർ വർക്കുകൾ നമുക്ക് തരികയും ചെയ്തു. പ്രധാനപ്പെട്ട എഴുത്തുകാരാണ് ഗുസ്താവ് ഫ്ലോബർട്ട്, എമിലി സോള, ഇതൊക്കെ ഫ്രാൻസിലെ ആൾക്കാരാണ്. റഷ്യയിലാണെങ്കിൽ അലക്സാണ്ടർ പുഷ്കിൻ, ഇവാൻ ടർഗീനീവ്, ഫാഡോ ഡസ്തയേവ്സ്കി, ലിയോ ടോൾസ്റ്റോയ്. ഇംഗ്ലണ്ടിലാണെങ്കിലോ ജെയിൻ ഓസ്റ്റൻ, വാട്ടർ സ്കോട്ട്, വില്യം താക്കറെ, ചാൾസ് ഡിക്കൻസ്, ജോർജ് എലിയറ്റ്, തോമസ് ഹാർഡി. അമേരിക്കയിലാണെങ്കിൽ നാദിയൽ ഹോത്രോൺ, ഹെർമൻ മെൽവില്ലെ, മാർക്ക് ട്വെയിൻ, ഹെൻറി ജെയിംസ്. അങ്ങനെ ഒരുപാട് പേര് ഒരു നോവലിനെ നമ്മളുടെ ഏറ്റവും വിലപ്പെട്ട, പ്രിയപ്പെട്ട ഒരു
വർക്ക് പീസാക്കാൻ വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ മോഡേൺ കണ്ടംപററി സ്റ്റൈൽ എഴുതുന്ന ജെയിംസ് ജോയ്സ്, ഫ്രാൻസ് കാഫ്ക, വിർജീനിയ വൂൾഫ്, വില്യം ഫോക്നർ, അങ്ങനെ ഒരുപാട് എഴുത്തുകാരുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ വി.എസ്. നൈപ്പോൾ, സൽമാൻ റുഷ്ദി, ഓക്കെ. അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഷോർട്ട് സ്റ്റോറി, അടുത്തത് നമുക്ക് ഷോർട്ട് സ്റ്റോറിയാണ്. ഷോർട്ട് സ്റ്റോറി വായിക്കാത്തവർ വളരെ വിരളമായിരിക്കും, അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിൽ പോലും. ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ സ്പെസിഫിക് ലെങ്ത്, പക്ഷേ ചിലപ്പോൾ 1 പേജാവാം, 2 പേജാവാം, ചിലപ്പോൾ ഒരുപാട് പേജുകൾ ഉണ്ടാവാം. എന്നിരുന്നാലും അത് ഒറ്റക്കായിട്ട് ഒരു വോളിയമായിട്ട് ഒരു ബുക്കായിട്ട് ഇറക്കാൻ നമുക്ക് കഴിയില്ല, വളരെ ഷോർട്ടാണ്. എ ഷോർട്ട് സ്റ്റോറി ഈസ് എ ഫിക്ഷണൽ നരേറ്റീവ് of no specified length but too short to be published as a volume of its own. Normally, a short story focuses on a single incident and portrays only limited number of characters. ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ സാധാരണ എന്തായിരിക്കും, ഒരു ചെറിയൊരു ഇൻസിഡന്റിനെ കുറിച്ചിട്ട് പറയുന്നതായിരിക്കും. Turn around a single incident and portrays only a limited number of characters. ആകെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. The short story may be distinguished from the anecdote by its meticulous and deliberate craftsmanship. നമ്മൾ ജസ്റ്റ് ഒരു കഥ പറയല്ല. ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ ആനക്ഡോട്ട്, നമുക്ക് ഉണ്ടായ ഒരു സംഭവം പറയല്ല. അതിനൊരു സ്ട്രക്ചറൊക്കെ ഉണ്ട്. ഒരു നല്ലൊരു പ്ലോട്ട് ഉണ്ടായിരിക്കും, സ്ട്രക്ചർ ഉണ്ടായിരിക്കും, കോംപ്ലക്സിറ്റി ഓഫ് ക്യാരക്ടറൈസേഷൻ ഉണ്ടായിരിക്കും, പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പണ്ടത്തെ ഒരു സ്റ്റോറീസ് നമുക്ക് കിട്ടുന്നത് ദ അറേബ്യൻ നൈറ്റ്സ്, അതുപോലെ ജിയോവാനി ബൊക്കാഷിയോയുടെ ഡെക്കാമറോൺ, ജെഫ്രി ചോസറിന്റെ ദ കാൻറ്റർബറി ടെയിൽസ്, പബ്ലിഷ് ഇൻ 1387 ഓർ 1400, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാൻറ്റർബറി ടെയിൽസ് ഒക്കെ ഇതിന്റെ ഫോർമോസ്റ്റ് റണ്ണറാണ്. The short story as we know it emerged in the early 19th century, and the growing popularity of magazine published stimulated the need for a form that was shorter than the novel. അപ്പോൾ ഒരു മാഗസിനൊക്കെ ഒരു 19th സെഞ്ചുറിയിൽ മാഗസിനൊക്കെ ഇറക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറിയൊക്കെ അതിൽ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. അത് ഈ ഒരു ജോണറിന്റെ സ്വീകാര്യതയെ വളരെ കൂട്ടാൻ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. മേജർ പ്രാക്ടീഷണേഴ്സ് എന്ന് പറയാവുന്ന എഡ്ഗർ അലൻ പോ, അതുപോലെ ആൻഡൻ ചെക്കോവ്, ഹെൻറി ജെയിംസ്, നഥാനിയൽ ഹോത്രോൺ, ടി ഓഫ്മാൻ, ഐസാക് ബാബൽ, ഫ്രാങ്ക് കോണർ, ഹോ ഹെൻറി, അങ്ങനെ ഫ്രാങ്ക് കാഫ്ക, അങ്ങനെ ഒരുപാട്, ഹേണസ്റ്റ് ഹെമിംഗ്വേ, ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു ജോണർ എന്ന് പറയുന്നത് നോവല്ല. എന്ന് പറയുമ്പോൾ നോവലിനേക്കാൾ ചെറുതായിരിക്കും, സ്മോളർ ദാൻ എ നോവൽ, ബട്ട് ഒരു ഷോർട്ട് സ്റ്റോറിയെക്കാട്ടും വലുതായിരിക്കും. ഇസ് ലോങ്ങർ ദാൻ, ബിഗർ ദാൻ എ ഷോർട്ട് സ്റ്റോറി. The term novella refers to a fictional prose narrative that falls between the novel and the short story in both length and complexity. അപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോറിയുടെയും നോവലിന്റെയും നടുവിൽ നിൽക്കുന്ന, ലെങ്ത് വെച്ച് നോക്കുകയാണെങ്കിലും അതിനൊരു കോംപ്ലക്സിറ്റി വെച്ച് നോക്കുകയാണെങ്കിലും അതിന്റെ നടുവിലായിരിക്കും നോവലുടെ സ്ഥാനം. എ പർട്ടിക്കുലർ നോവല മേ ബി സബ്സ്റ്റാൻഷ്യൽ ഇനഫ് ടു പബ്ലിഷ്. ചിലപ്പോൾ ചില നോവലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുക്കൊക്കെ ഇറക്കാം. എന്നിരുന്നാലും ചിലപ്പോൾ 2 നോവൽ വരുന്ന ഒരു കളക്ഷൻ അല്ലെങ്കിൽ വേറെ കുറെ ഷോർട്ട് സ്റ്റോറിയുള്ള ഒരു കളക്ഷൻ ആയിട്ടായിരിക്കും എപ്പോഴും പബ്ലിഷ് ചെയ്യുന്നത്. വെൽ നോൺ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹെർമൻ മെൽവിലയുടെ ബില്ലി ബഡ് ഇൻ 1924, കെയ്റ്റ് ചോപ്പിൻസ് ദ അവേക്കനിങ് in 1899, Joseph Conrad's Heart of Darkness in 1902, James Joyce The Dead, Other Media Dead in 1914, അതുപോലെ തോമസ് മാന്റെ ഡെത്ത് ഇൻ വെനീസ് in 1912, ഫ്രാൻസ് കാഫ്കയുടെ ദ മെറ്റമോർഫോസിസ് in 1915. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് ആണ്. In spite of the differences, the novel, the short story and the novella share some trait. ഒക്കെ ഇങ്ങനെ വ്യത്യാസമുണ്ടെങ്കിലും ഈ 3 കാര്യങ്ങൾക്കും ഒരേപോലെയുള്ള കുറച്ച് സ്വഭാവങ്ങളുണ്ട്. These fictional narratives focus on a character or characters that interact in a given social setting. അവർക്ക് ഇതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു സോഷ്യൽ സെറ്റിങ്ങിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ കഥ പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂയിലായിരിക്കും. അതുപോലെ പ്ലോട്ട്, സ്റ്റോറി ഇതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ കോംപ്ലക്സിറ്റി കൂട്ടുന്ന ഒരുപാട് ഈവൻസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്താണ്,
ഇതിൽ വരുന്ന നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഈ 3 വിഭാഗങ്ങളുടെയും ഒരേ സ്വഭാവങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഫിക്ഷൻ എന്ന രൂപത്തിൽ പറയാനുള്ളത്. പ്രധാനമായിട്ട് എന്താണ്, ഈസ് എ വർക്ക് ഓഫ് ഇമാജിനേഷൻ. പക്ഷെ നുണയല്ല, കാരണം നുണ എന്ന് പറയുമ്പോൾ ഒരാൾ ചതിക്കാനുള്ളതാണ്. പക്ഷെ ഇറ്റ്സ് അബൌട്ട് ടു എന്റർടൈൻ. പിന്നെ നമുക്ക് പറയുന്നതാണ് എല്ലാം ഫിക്ഷൻ നമുക്ക് ഉൾപ്പെടുത്താം, പക്ഷെ പ്രധാനമായിട്ട് 3 വിഭാഗങ്ങളാണുള്ളത്: നോവൽ, ഷോർട്ട് സ്റ്റോറി ആൻഡ് നോവല്ല. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. കൂടുതൽ വീഡിയോസ് നമുക്ക് അടുത്ത ദിവസങ്ങളായിട്ട് ലഭിക്കുന്നതാണ്.